കുഞ്ഞിമംഗലം സ്വദേശിയായ സുഭാഷ് കെ ചെറുതാഴം കോട്ടക്കുന്നിൽ തന്റെ ജീവിതം പശുക്കളുടെ ലോകവുമായി ബന്ധിപ്പിച്ചിരിക്കുകയാണ്. സാധാരണ കുടുംബ പശ്ചാത്തലത്തിൽ നിന്നെത്തിയ സുഭാഷ് ഇന്ന് പ്രദേശത്തെ ശ്രദ്ധേയനായ ഒരു ക്ഷീര കർഷകനായി മാറിയിരിക്കുകയാണ്. വ്യത്യസ്ത ഇനം പശുക്കളാണ് ഇദ്ദേഹത്തിന്റെ ഫാമിലുള്ളത്. നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു ക്ഷീര കർഷകനെയാണ്. കുഞ്ഞിമംഗലം സ്വദേശി സുഭാഷ് കെ. ഇദ്ദേഹത്തിൻ്റെ ഫാം വരുന്നത് ചെറുതാഴം കോട്ടക്കുന്നിലാണ്. അദ്ദേഹത്തിൻ്റെ ഫാമിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ചേട്ടാ, ഈ ഒരു ക്ഷീരമേഖലയിലേക്ക് എത്തിച്ചേർന്നിട്ട് എത്ര വർഷമായി? ഞാനിപ്പോൾ ഒരു 5 വർഷമായി ഇതിലായിരുന്നു. പക്ഷേ ഈ ഫാമായിട്ട് തുടങ്ങിയിട്ട് ഇപ്പോൾ 2 വർഷം, കറക്റ്റ് 2 വർഷം. 15-ാം തീയതി 2 വർഷമാകും. ഈ ഭക്ഷണക്രമങ്ങളൊക്കെ ഈ ഒരു പശുക്കൾക്ക് നമ്മൾ 2 നേരം ഭക്ഷണം, രാവിലെയും വൈകിട്ടും. അതായത് കൊടുക്കുന്നത് ഒന്ന് പലറ്റ് കൊടുക്കുന്നുണ്ട്, പിന്നെ ഗോതമ്പ് തവിട്, പിന്നെ ഉണക്കപ്പുല്ല്. നമ്മളിവിടെ കൃഷിയുണ്ട്, പച്ചപ്പുല്ല് കൊടുക്കുന്നുണ്ട്. ഇവിടെ ബാക്കിയുള്ള കൃഷികളൊക്കെ കണ്ടു, പാവൽ ഉൾപ്പെടെയുള്ള കൃഷിയും കണ്ടു. അപ്പോൾ അതൊക്കെ ഇവിടെ നിന്ന് ലഭിക്കുന്ന വളങ്ങൾ കൊണ്ട് തന്നെയാണോ അതിലൊക്കെ വളമായിട്ടിടുന്നത്? അതായത് അതിന് വേറെ ഒരു വളം ഉപയോഗിച്ചിട്ടില്ല. നമ്മളിതിനെ കുളിപ്പിക്കുന്ന വെള്ളം ഇതിൻ്റെ മാത്രമാണ് അതിന് തന്നെ. കാരണം അത് പറിച്ചാൽ തീരാത്രയും കയ്പുണ്ടായിരുന്നു, പാവലുണ്ടായിരുന്നു. അത് ഞാൻ ലാസ്റ്റ് ഇങ്ങനെ ഒഴിവാക്കിയിട്ടുള്ളത്, കാരണം അത്രയും പറിച്ചിട്ടുണ്ടായിരുന്നു. ഏതൊക്കെ ഇനം പശുക്കളാണ് ഇവിടെ ഉള്ളത്? ഇവിടെ കൂടുതൽ എച്ചപ്പം, പിന്നെ ജേഴ്സി ഇനത്തിലുണ്ട്, ഗർഭുണ്ടെന്ന്. എത്ര ലിറ്റർ പാല് കിട്ടും ഒരു ദിവസം? ദിവസം ഇപ്പോൾ 350 ലിറ്റർ പാൽ കിടക്കുന്നുണ്ട്. ഇതൊക്കെ വിൽപ്പന ചെറുതാഴം സൊസൈറ്റി മിൽക്കിൽ, ചെറുതാഴം മിൽക്കില്ലേ, ചെറുതാഴം മിൽക്ക്. പിന്നെ ചെറുതാഴം മിൽക്കിൻ്റെ ഒരു ഒറ്റ സഹായം കൊണ്ടാണ് നമ്മൾ ഈ ലെവൽ എത്തിയത്. 2 വർഷം കൊണ്ട് ഒരു 40 പശുവിലൊക്കെ എത്തിയിട്ടുണ്ട്. കാരണം എല്ലാവിധ സഹായമുണ്ട്. അവരുടെ ഭരണ സമിതി എന്ന് വെച്ചാൽ നമുക്കിനി പിന്നെ എന്തെങ്കിലും ലോണിൻ്റെ രീതിയിലായാലും ഒരു പൈസ ആവശ്യം വന്നാൽ അപ്പോൾ വിളിച്ചു കഴിഞ്ഞാൽ സെക്രട്ടറി, പ്രസിഡന്റ് എല്ലാവരും നല്ല സഹായമായിരുന്നു. കാലാവസ്ഥാ വ്യതിയാനം ഈ ഒരു മേഖലയിൽ പ്രതികൂലമായി ബാധിക്കാറുണ്ടോ? കാലാവസ്ഥാ വ്യതിയാനം എന്നെ സംബന്ധിച്ച് ഇവിടെ ചില അസുഖങ്ങളില്ല എന്ന് പറയാം. ഞാനിപ്പോൾ 2 വർഷമായി തുടങ്ങിയാലും ഒരു വർഷത്തിൽ കൂടെ ഇപ്പോൾ ഡോക്ടർ വന്നിട്ടില്ല. കാരണം അങ്ങനെ അസുഖങ്ങൾ ഉണ്ടാവുന്നത്. പിന്നെ ഞാനിപ്പോൾ ചൂടിന് ഇവിടെ ഒരു മിസ്റ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ശരിക്കും മഴ പെയ്യുന്നതൊക്കെ ഫുൾ ടൈം വെള്ളം സ്പ്രേ ഉണ്ട്. ഇദ്ദേഹം ഒരു മാതൃകയായി തീരുകയാണ്. ക്യാമറമാൻ പ്രണവ് പെരുവാമ്പയ്ക്കൊപ്പം അഞ്ജലി ലക്ഷ്മണൻ.